Dear learners, welcome to our new class of Easy English Grammar. In this class, we are going to discuss subject and predicates, the major division of a sentence. ഒരു സെന്റൻസിന്റെ മേജർ ഡിവിഷൻ എന്ന് പറയുന്നത് സബ്ജക്റ്റ് ആൻഡ് പ്രെഡിക്കേറ്റ് ആണ്. അപ്പം ഈ ക്ലാസ്സിൽ നമ്മൾ പരിശോധിക്കുന്നത് സബ്ജക്റ്റ് ആൻഡ് പ്രെഡിക്കേറ്റ് ആണ്. വാട്ട് ഈസ് സബ്ജക്റ്റ് ആൻഡ് വാട്ട് ഈസ് പ്രെഡിക്കേറ്റ്. എന്താണ് സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ, അതുപോലെ എന്താണ് പ്രെഡിക്കേറ്റ് എന്ന് പറഞ്ഞാൽ. മലയാളത്തിൽ നമ്മൾ ആഖ്യാതം എന്ന് പറയുന്ന ഇത് ഇംഗ്ലീഷിൽ സബ്ജക്റ്റ് ആൻഡ് പ്രെഡിക്കേറ്റ് എന്നാണ് പറയാറുള്ളത്. ഇപ്പോൾ സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ വി വൺ നമ്മൾ നേടി, അല്ലെങ്കിൽ നാം വിജയിച്ചു എന്നൊക്കെ അർത്ഥത്തിലാണ് വി വൺ. അപ്പോൾ വി ഈസ് ദ സബ്ജക്റ്റ് ആൻഡ് വൺ ഈസ് ദ പ്രെഡിക്കേറ്റ്. അപ്പോൾ സബ്ജക്റ്റ് ഈസ് ദ നെയിമിംഗ് പാർട്ടാണ്. സബ്ജക്റ്റ് ഓഫ് എ സെന്റൻസ് ഈസ് നെയിമിംഗ് പാർട്ട്. അതിൻ്റെ നെയിമിംഗ് പാർട്ടാണ് സബ്ജക്റ്റ് ആവുന്നത്. Telling part on what we say about the subject. Predicate, the meaning of the predicate itself is say or declare. Say or declare. We are declaring or saying about this subject. V1. One describes about the subject. V1. ഇപ്പോൾ നമ്മൾ നേടി എന്ന് പറയുമ്പോൾ വൺ എന്നുള്ള വേർബ് ഡിസ്ക്രൈബ് ചെയ്യുന്നത് വി എ ആണ്. അപ്പോൾ അവിടെ പിന്നെ നമുക്ക് ഡിക്ലെയർസ് ഓർ സേ സംതിങ് അബൌട്ട് ദ സബ്ജക്റ്റ്. അപ്പോൾ ആ സബ്ജക്റ്റിനെ പറ്റിയാണത് പറയുന്നത്. അപ്പോൾ സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ ഹു ഓർ വാട്ട് ഈസ് ദ സെന്റൻസ് അബൌട്ട്. ഹു ഓർ വാട്ട് ഈസ് ദ സെന്റൻസ് അബൌട്ട്. ആരെ പറ്റിയാണോ എന്തിനെ പറ്റിയാണോ ആ സെന്റൻസ് പറയുന്നതാണ് സബ്ജക്റ്റ്. അപ്പോൾ ഇറ്റ് ഈസ് ദ നെയിമിംഗ് പാർട്ട് ഓഫ് എ സെന്റൻസ്. ഒരു സെന്റൻസിന്റെ നെയിമിംഗ് പാർട്ടാണ് സബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ദ ബേബി ഈസ് സ്ലീപ്പിംഗ്. ദ ബേബി ഈസ് സ്ലീപ്പിംഗ്. ദ ബേബി ഈസ് സ്ലീപ്പിംഗ്. കുട്ടി ഉറങ്ങുകയാണ്. അപ്പോൾ ദ ബേബി ഈസ് ദ സബ്ജക്റ്റ്. ഈസ് സ്ലീപ്പിംഗ് ഈസ് ദ പ്രെഡിക്കേറ്റ്. ബിക്കോസ് is sleeping describes about this subject, the baby. അപ്പോൾ ഈ സ്ലീപ്പിംഗ് എന്നുള്ള ആ പ്രെഡിക്കേറ്റ് ദ ബേബി എന്ന സബ്ജക്റ്റിനെയാണ് വിശദീകരിക്കുന്നത്. വാക്കിംഗ് ഈസ് ഗുഡ് ഫോർ ഹെൽത്ത്. വാക്കിംഗ് ഈസ് ഗുഡ് ഫോർ ഹെൽത്ത്. വാക്കിംഗ് ഈസ് ഗുഡ് ഫോർ ഹെൽത്ത്. അപ്പം നടത്തം ആരോഗ്യത്തിന് നല്ലതാണ്. വാക്കിംഗ് എന്നുള്ളത് ഈസ് ഗുഡ് ഫോർ ഹെൽത്ത് ഡിസ്ക്രൈബസ് അബൌട്ട് ദ വാക്കിംഗ് അല്ലേ. വാക്കിംഗ് എന്നുള്ള ആ ഒരു സബ്ജക്റ്റിനെയാണ് ഈസ് ഗുഡ് ഫോർ ഹെൽത്ത് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഇൻ എ സെൻസ് ടോം പ്ലേസ് ക്രിക്കറ്റ്. ടോം പ്ലേസ് ക്രിക്കറ്റ്. ടോം ഈസ് ദ സബ്ജക്ട്, ഈസ് ദ ഡൂവർ ഓഫ് ദിസ് ആക്ഷൻ, ആൻഡ് പ്ലേസ് ക്രിക്കറ്റ് ഈസ് ദ പ്രെഡിക്കേറ്റ്. അപ്പോൾ പ്രെഡിക്കേറ്റ് എന്നുള്ളത് വെർബ് മുതലുള്ള ഭാഗം പ്രെഡിക്കേറ്റ് ആയിരിക്കും. ആ വെർബ് മുമ്പുള്ള ഭാഗം ആ നൗൺ ഫോം അല്ലെങ്കിൽ ആ നൗണിന്റെ ഫ്രൈസായി വരുന്ന ഭാഗമാണ് നമുക്ക് സബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. ഐ ഹാവ് നോ ഐഡിയ. I have no idea. I is the subject. Have no idea is the predicate. Because have no idea describes about this subject. I have no idea. What he says is true. What he says is true. അയാൾ പറയുന്നത് സത്യമാണ്. What he says, അയാൾ പറയുന്ന കാര്യം പറയുന്നത് is true. That is true. അത് സത്യമാണ്. But this part is the subject of a sentence. This is the subject of a sentence. Subject is a person or thing we are talking about. A person or thing we are talking about. നമ്മളിതിനെ പറ്റിയാണോ സംസാരിക്കുന്നത്, അത് പേഴ്സൺ ആവാം, അല്ലെങ്കിൽ ഒരു കാര്യമാവാം, അല്ലെങ്കിൽ ഒരു വസ്തുവിനെ പറ്റിയാവാം. അപ്പോൾ ഇതൊക്കെയാണ് സബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. They are the subject of a sentence. We are in this we, the baby, walking, Tom, I, what he says. These are subjects. അപ്പോൾ these part are the naming part. അപ്പോൾ ഇതാണ് നെയിമിംഗ് പാർട്ട്. അപ്പോൾ ഈ നെയിമിംഗ് പാർട്ടിനെ പറ്റിയാണ് ടെല്ലിംഗ് പാർട്ട്. അതായത് പ്രെഡിക്കേറ്റ് ചെയ്യുന്നത്, ഓർ ഡിക്ലെയർ ഓർ സേ സംതിങ് അബൌട്ട് ദ സബ്ജക്ട്. ഇപ്പോൾ വി വൺ, ദ ബേബി ഈസ് സ്ലീപ്പിംഗ്. വാക്കിംഗ് ഈസ് ഗുഡ് ഫോർ ഹെൽത്ത്. ടോം പ്ലേസ് ക്രിക്കറ്റ്. ഹാവ് നോ ഐഡിയ. വാട്ട് ഹി സേസ് ഈസ് ട്രൂ. അപ്പോൾ ഈ ഭാഗത്തുള്ള പ്രെഡിക്കേറ്റുകൾ വിശദീകരിക്കുന്നതിനെ പറ്റിയാണ് ഈ സബ്ജക്റ്റ് പറ്റിയാണ്. അപ്പോൾ പ്രെഡിക്കേറ്റ്സ് ഡിസ്ക്രൈബ് സംതിങ് അബൌട്ട് ദ സബ്ജക്ട്. Usually സബ്ജക്റ്റ് ഇസ് എ പാർട്ട് ഓഫ് ദി നൗൺ. നൗണിന്റെ ഭാഗമായിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ പ്രെഡിക്കേറ്റ് വരുന്നത് വെർബിന്റെ ഭാഗമാണ്. അപ്പോൾ വെർബ് മുതലുള്ള ഭാഗമാണ് പ്രെഡിക്കേറ്റ്. വി വൺ അതിൽ വെർബ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ദ ബേബി ഈസ് സ്ലീപ്പിംഗ്. ഈസ് സ്ലീപ്പിംഗ് ഇറ്റ്സ് എ വെർബ്. ഹിയർ വാക്കിംഗ് ഈസ് ഗുഡ് ഫോർ ഹെൽത്ത്. ഈസ് വെർബ് എന്നുള്ള ഭാഗം. ഗുഡ് ഫോർ ഹെൽത്ത് ഒരു നൗൺ ഫ്രേസ് ആണ്. ഈസ് ഗുഡ് ഫോർ ഹെൽത്ത്. ടോം പ്ലേസ് ക്രിക്കറ്റ്. പ്ലേസ് മുതൽ predicate. I have no idea. I have no idea. Have no idea is the predicate. What he says. This is a clause. What he says. അയാൾ എന്താണോ പറയുന്ന കാര്യം is true. അത് ശരിയാണ്. What he says is true. This is the
predicate. Is true is the predicate, and what he says is the subject of this sentence. The subject of a sentence can be a noun, pronoun, noun phrase, to infinitive, gerund, introductory or introductory there. Here we have Ronaldo plays football. Shakespeare is a famous playwright. Here we have Ronaldo and Shakespeare. They are nouns. Nouns used as subject. Or a sentence in a subject nouns are. Then it can be pronoun. Pronouns are she, it. She loves music. She loves music. She is the subject. Loves music is the predicate. It is a cat. It is a cat. It is the subject. It also stands for cat. Cat is a cat. It is a cat. It is a cat. The sun sets in the west. The sun. It is a noun phrase. Here, Ronaldo and Shakespeare are nouns. She and it are pronouns. The sun sets in the west. The sun sets in the west. The sun is a noun phrase. The adjective, the article, a noun phrase at mount. The Everest is the highest mountain. The Everest is the highest mountain. Everest ആണ് ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. But the Everest is also a noun phrase. A noun phrase can be the subject of a sentence. Then the quick brown fox jumps over the lazy dog. This is a famous example of pangram. Pangram contains all the 26 letters of the English alphabet. The sentence that contains the 26 letters of the alphabet. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ 26 അക്ഷരങ്ങളും അടങ്ങിയ ഒരു സെന്റൻസിനെ നമ്മൾ പാൻഗ്രാം എന്ന് പറയാം. അത്തരത്തിലൊരു സെന്റൻസ് ആണ്, ഫേമസ് എക്സാമ്പിൾ ആണ്. The quick brown fox jumps over the lazy dog. So it contains the 26 letters of the alphabet. And the quick brown fox is the subject part. This is a noun phrase. The quick brown fox. വേഗതയുള്ള തവിട്ട നിറമുള്ള കുറുക്കൻ. Jumps over the lazy dog. മടിയനായിട്ടുള്ള നായയുടെ മേൽ ചാടി വീഴുന്നതാണ്. ജമ്പ് വെർബാണ്. ജംപ്സ് ഓവർ ദി ലേസി ഡോഗ്. അപ്പോൾ ഈ വെർബ് എന്നുള്ള പാർട്ട് പ്രെഡിക്കേറ്റ് ആയിട്ട് വരുന്നു. അപ്പോൾ ദിസ് പാർട്ട് ഡിസ്ക്രൈബ്സ് അബൌട്ട് ദി ക്വിക്ക് ബ്രൗൺ ഫോക്സ്. അപ്പോൾ ഈ പ്രെഡിക്കേറ്റ് എന്ന് പറയുന്നത് ആ സബ്ജക്റ്റിനെ പറ്റി വിശദീകരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ദ ക്വിക്ക് ബ്രൗൺ ഫോക്സ് ജംപ്സ് ഓവർ ദി lazy dog. Over the lazy dog, jumps over the lazy dog is the predicate and the quick brown fox is the subject. Smoking is not a good habit. Smoking is not a good habit. So smoking is used as subject. This is a gerund or verbal noun. Walking is a good exercise. Smoking is injurious to health. To err is human. To forgive is divine. To err, that is to infinity. To infinity can also be the subject of a sentence. To err is human. That is തെറ്റ് മാനുഷികമാണ്. To forgive is divine. പൊറുക്കുക എന്നുള്ളത് ദൈവികമാണ്. It is a line from Alexander Pope, the famous English poet. What you need is patience. What you need is patience. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ക്ഷമയാണ്. ക്ഷമിക്കണം എന്ന അർത്ഥത്തിലാണ്. What you need എന്നുള്ളതൊരു ക്ലോസ് ആണ്. It is a clause. Is patience the predicate. It is easy to please him. It is easy to please him. It is raining. അപ്പോൾ അവിടെ അത് ഇൻട്രോഡക്ടറി ഇറ്റാണ്. It is easy to please him. But it can also be as introductory it can come as the subject of a sentence. അതുപോലെ pronoun ആയിട്ടും it ഉപയോഗിക്കാറുണ്ട്. There are 10 mangoes in the basket. There are 10 mangoes in the basket. കൊട്ടയിൽ 10 മാങ്ങകൾ ഉണ്ട്. അപ്പോൾ it is also introductory there. It can also be the subject of a sentence. But there are 10 mangoes in the basket. There are 20 students in the class. But there can also be the subject of a sentence as the introductory there, and this is the introductory it. And what you need is a clause, and to forgive and to infinitive. To infinitive can also be the subject of a sentence. And smoking is a gerund or verbal noun. So സ്മോക്കിംഗ് എന്നുള്ളത് നമ്മൾ വെർബായിട്ട് ഉപയോഗിക്കുന്നത് നൗണായിട്ടും ഉപയോഗിക്കും. അപ്പോൾ ഹി ഈസ് സ്മോക്കിംഗ് എന്ന് പറയുമ്പോൾ അവിടെ വെർബാണ്. സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത് ഓർ സ്മോക്കിംഗ് ഈസ് നോട്ട് എ ഗുഡ് ഹാബിറ്റ്. ഈ സെൻറ്റൻസുകൾ അത് സ്മോക്കിംഗ് എന്നുള്ളത് നൗണാണ്. അപ്പോൾ വെർബൽ നൗൺ എന്ന് പറയും. അതിൻ്റെ ഒരു മറു പേരാണ് ജെറൻറ്റ് എന്ന് പറയും. GERUND. ജെറൻറ്റ് ഈസ് എ വെർബൽ നൗൺ. വെർബൽ നൗണാണ്. അപ്പോൾ വെർബ് നൗൺ ഫോമിൽ വെച്ചിരിക്കുകയാണ്. അതാണ് വെർബൽ നൗൺ എന്ന് പറയുന്നത്. അപ്പോൾ സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത് ഓർ സ്മോക്കിംഗ് ഈസ് നോട്ട് എ ഗുഡ് ഹാബിറ്റ്. വാക്കിംഗ് ഈസ് എ ഗുഡ് exercise. Gerund can also be the subject of a sentence.
ഒരു ജെറൻഡും ഒരു സെന്റൻസിന്റെ സബ്ജക്റ്റ് ആയിട്ട് വരാം. ഹിയർ വി ഹാവ് ദ ട്രാൻസ്പോസ്ഡ് ഓർഡർ ഓർ ദ ടേണിംഗ് അറൗണ്ട്. എന്നാൽ നമ്മൾ നേരത്തെ പഠിച്ച സബ്ജക്ട്സ് ആൻഡ് പ്രെഡിക്കേറ്റ്സ് സെന്റൻസിന്റെ ഭാഗമായി വരുമ്പോൾ സബ്ജക്ട് കംസ് ഫസ്റ്റ്. ആ സബ്ജക്റ്റിന്റെ പിന്നാലെയാണ് പ്രെഡിക്കേറ്റ് വരുന്നത്. ബട്ട് ഹിയർ കംസ് അവർ ലോഡ്. ഇവിടെ സബ്ജക്റ്റ് അവസാനമാണ് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഉപയോഗം നമ്മൾ ട്രാൻസ്പോസ്ഡ് ഓർ ടേണിംഗ് അറൗണ്ട് എന്ന് പറയുന്നത്. ടേണിംഗ് റൗണ്ട് ആണ്, ഇൻവേർഷൻ. ഹിയർ കംസ് അവർ ലോഡ്. അപ്പോൾ ഹിയർ ദ സബ്ജക്ട്സ് കംസ് ആഫ്റ്റർ ദ വേർബ്. ദീസ് ആർ കോമൺ ഇൻ ഡ്രാമാസ്. ഇപ്പോൾ നാടകങ്ങളിലൊക്കെ സാഹിത്യങ്ങളിലൊക്കെ ഇത് കോമൺ ആയിട്ടാണ്. നാടകങ്ങൾ മാത്രമല്ല, കവിതകളിലൊക്കെ നമുക്ക് ഇതുപോലെ കാണാം. അപ്പോൾ ഹിയർ കംസ് അവർ ലോഡ്. ഹിയർ കംസ് അവർ ലോഡ്. അപ്പോൾ our Lord comes here is the ordinary or the common usage, common or normal form. But here it is as here comes our Lord. It becomes more dramatic. അത് കൂടുതൽ ഡ്രമാറ്റിക് ആണ്. Now comes the fun. Now comes the fun. So the fun comes now. This is the real order of the subject and predicate order. But here it has come in the form of now comes the fun, transposed order. Suddenly he ran away. He ran away suddenly, or he suddenly ran away. That is the normal order. Here this is the suddenly he ran away. Then we say so it becomes more dramatic. As I have said, told you earlier, it becomes more dramatic. അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മൾ ഈ ട്രാൻസ്പോസ്ഡ് ഓർഡർ സാധാരണ സെന്റൻസുകളിൽ ഉപയോഗിക്കാറുള്ളത്. That is what is the use of this ട്രാൻസ്പോസ്ഡ് ഓർഡർ ഓർ ദി ഇൻവേർഷൻ. ഇൻവേർഷൻ എന്ന് പറയും. അങ്ങനെ ഓർഡർ മാറ്റി എഴുതുന്നതിന് ഇൻവേർഷൻ എന്ന് കൂടി പറയാറുണ്ട്. ഇപ്പോൾ ട്രാൻസ്പോസ്ഡ് ഓർഡർ ഓർ ഇൻവേർഷൻ ഈസ് പോസിബിൾ ഇൻ ദ കേസ് ഓഫ് സെന്റൻസസ് ആൻഡ് ഇഫ് യു വാണ്ട് ടു മേക്ക് ഇറ്റ് മോർ ഡ്രമാറ്റിക്, അല്ലേ, സാഹിത്യ ഭംഗി കൂടുതൽ കൂട്ടാൻ വേണ്ടി, ഡ്രമാറ്റിക് ആക്കി മാറ്റാൻ വേണ്ടി നമ്മൾ ട്രാൻസ്പോസ്ഡ് ഓർഡർ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ now let us wind up our class here. Thank you for watching and continue in our next classes. So once again, thank you very much.